നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. തൃശൂർ ഉൾപ്പെടെ വിവിധ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇന്നു മുതൽ സജീവമാകും. തൃശൂരിൽ കെ മുരളീധരനും വടകരയിൽ ഷാഫി പറമ്പിലും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കും. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം ഒരു ദിവസത്തിന് അപ്പുറം വാർത്തയില്ലാതാക്കി മാറ്റിയെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കെ മുരളീധരൻ തൃശൂരിലെത്തിയതോടെ BJPയെ നേരിടാൻ കോൺഗ്രസ് എന്ന പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യവും അവസാന നിമിഷം വരെ നീണ്ടുനിന്ന സസ്പെൻസും അവസാനിപ്പിച്ച് 20 സീറ്റുകളിലും UDF സ്ഥാനാർത്ഥികളായതോടെ ഇനി പ്രചരണം വീറും വാശിയുമുള്ളതാകും. അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടായെങ്കിലും ഒരു ഭിന്നസ്വരങ്ങളും ഉയരാതെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നതാണ് കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുന്നത്. എന്നാൽ 19-1 എന്ന് കഴിഞ്ഞ തവണത്തെ വിഷയം ആവർത്തിക്കുക ഇത്തവണ എളുപ്പമാകില്ല. സീറ്റ് എണ്ണം കുറഞ്ഞാൽ നിലവിലെ സംസ്ഥാന നേതൃത്വത്തിന്റെ കരുത്ത് ചോദ്യം ചെയ്യപ്പെടും. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, K സുധാകരൻ, ശശി തരൂർ, കെ മുരളീധരൻ തുടങ്ങി തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാക്കൾ എല്ലാം ഒരു സംസ്ഥാനത്ത് മത്സരത്തിനിറങ്ങുമെന്ന് പ്രത്യേകതയും കേരളത്തിലുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വിവിധ അഴിമതി ആരോപണങ്ങളും മാസപ്പടി വിവാദവും ഒടുവിൽ പെൻഷനും ശമ്പളവും അടക്കം സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ആയുധങ്ങൾ ഏറെയുണ്ട്. രാവിലെ 10:30 തൃശൂരിലെത്തുന്ന സർപ്രൈസ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ കോൺഗ്രസ് പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ വമ്പൻ സ്വീകരണമൊരുക്കും. തുടർന്ന് തൃശൂർ റൗണ്ടിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ടാകും. കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ മുരളീധരൻ പുഷ്പാർച്ചന നടത്തും. വടകര സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കും. ശേഷം നാളെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിക്കും. ഭാരത് ജോഡോ യാത്ര നയിക്കുന്ന രാഹുൽ ഗാന്ധി ഒഴികെ ബാക്കിയുള്ളവർ മണ്ഡലങ്ങളിൽ ഉടൻ സജീവമാകും.